എല്ലാ കാലത്തും ഒത്തിരി ആദരവോടെ ഉണ്ടാവുന്ന സ്ഥാപനമാണ് സിരി. ഇതിനൊക്കെ മുമ്പ് ഫലം ചെയ്ത മകനായ അമ്മമാർ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ ബാവ നാഷണൽ സുറിയാനി കോൺഫറൻസിലൂടെ വന്ന ഗംഭീരമായ ഒരു സംഘം സുറിയാനിൽ നടത്തുകയുണ്ടായിരുന്നു. വലിയ ചർച്ചയായി ബാവായുടെ അന്നത്തെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിലുള്ള ആഴത്തിലുള്ള നോളജ്, സംസ്കൃതം, സുറിയാനി, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ വിവിധ ഭാഷകളിലുള്ള പരിജ്ഞാനത്തിൻ്റെ ഒരു പൂർണ്ണരൂപത്തിലുള്ള സുറിയാനിയിലെ പരിജ്ഞാനം എല്ലാ അർത്ഥത്തിലും നമ്മുടെ തെക്കുവശം നന്നായി ഓർക്കുന്നുണ്ടാകുന്ന ഒത്തിരി ചർച്ചയായ ഒരു പുസ്തകമായിരുന്നു ആദർശ ബാവാറിൻ്റെ. പലപ്പോഴും സെമിറ്റിക് ഭാഷകളുടെ പ്രകാരം കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ഇവൻ പാരമ്പര്യ സുറിയാനി സഭകൾ അല്ലെങ്കിൽ പാരമ്പര്യമുള്ള അപ്പോസ്തലിക പാരമ്പര്യമുള്ള സഭകൾ തന്നെ ചെറുതായി പോകും എന്നൊക്കെ പലരും പ്രവചിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സഭകളൊക്കെ അതിൻ്റെ തനിമ കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഇതിൽ എല്ലാവരും ഒന്നായിരിക്കും. എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുവിൽ ഒന്നായിരിക്കും. അതാണ് ക്രിസ്തു വിഭാവനം ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തു സംസാരിച്ച ഭാഷ, ആ ഭാഷ ഇഷ്ടപ്പെടുന്ന ആ ഭാഷയുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സഭകൾക്ക്, പാരമ്പര്യത്തിൽ നാടുകളെ നിലനിൽക്കുന്ന സഭകൾക്ക് ഒന്നുകൂടി ഇഴയെടുപ്പമുള്ള ഒരു ഫാബ്രിക്കായി മുന്നോട്ട് പോകുവാൻ നിശ്ചയമായിട്ടും സിറി എന്ന ഈ പ്രസ്ഥാനത്തിലെ റിസർച്ചും ഇവിടെ നടക്കുന്ന പഠനങ്ങൾ, ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ, ഇവിടെ നിന്നും അച്ചടിച്ചു വരുന്ന പുസ്തകങ്ങൾ, അതെല്ലാം കൂടുതൽ പ്രയോജനപ്പെട്ട് നിശ്ചയമായിട്ടും കർത്താവ് സംസാരിച്ച ഭാഷ എന്നുള്ള നിലയിലുള്ള ഇതിൻ്റെ പ്രത്യേകത അത് കമ്മ്യൂണിറ്റീസിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പഠനം വരുമ്പോൾ നമ്മൾ ഒരു ശുശ്രൂഷകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ബേസിക്കായിട്ടുള്ള സുറിയാനി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അറിവിന് വേണ്ടി മാത്രമാണ് ഞാനൊക്കെ സുറിയാനി പഠിച്ചിട്ടുള്ളൂ. ശരിയായ ഒന്ന് ചോദിച്ചത് ശരിയല്ല, പക്ഷേ എനിക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഷാവരം അതൊരു പ്രത്യേക വരം തന്നെയാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലാംഗ്വേജ് പഠിക്കണമേ. ലാംഗ്വേജ് പഠനത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാതെ പ്രത്യേക കഴിവാണ്. ഇവിടെ രണ്ട് അനുഗ്രഹീതരായ ദൈവം കൊടുത്ത താലന്തുകൾ അത് എല്ലാ അർത്ഥത്തിലും വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കിയ രണ്ട് ശ്രേഷ്ഠരായ പ്രവർത്തകരെയാണ് എന്നോട് ആദരിക്കുന്നത്. ഇതും എല്ലാവരും ഒത്തിരി പ്രശംസയോടും ആദരവോടും സ്നേഹത്തോടും കൂടി പേരെടുത്ത് പറഞ്ഞ പ്രിയപ്പെട്ട മാത്യു സാറും അതുപോലെ തന്നെ പീലും സഹോദരൻ അവരുടെ മെമ്മോറിയൽ ആയിട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു അവാർഡാണ് അവർക്ക് കൊടുക്കുന്നത്. അവരൊരിക്കൽ വിശുദ്ധ അപ്പോസ്തലന്മാരുമായിട്ട് വഴിയിൽ നടന്നു പോകുമ്പോൾ നമുക്കറിയാം വളരെ ശ്രദ്ധേയമായ ഒരു വേദം അവർ സുവിശേഷഭാഗമാണ്. ഇടയെ അത്തിപ്പഴമുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള അത്തിമരം കണ്ടപ്പോൾ ആർത്തിയോടുകൂടി അതിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി. ഇലകളെല്ലാം മാറ്റി അത്തിപ്പഴം പറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലായിരുന്നു. പറയുമ്പോൾ ഇന്ന് കുറച്ച് മുമ്പ് നമ്മുടെ ജീവനശ്ശേരി അച്ഛൻ ഒരു കാര്യം ഞങ്ങളോട് അച്ഛൻ പറയായിരുന്നു, അതൊരു കടലാസിനകത്തിൽ നിന്ന് കൊണ്ടുവന്നത് പൊതി തുറന്നപ്പോൾ നല്ല മണം, മുഴുവനും ആ മാമ്പഴത്തിൻ്റെ മണം കൊണ്ട് നടന്നു. അച്ഛൻ പറയാതെ രാവിലെ പോകുന്നപ്പോൾ വീട് കിടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു വീട് പോയാൽ അത് ചതഞ്ഞു പോകത്തില്ല. അത് അച്ഛൻ പറയാതെ മാവേലിക്ക് നോക്കിയാൽ മാങ്ങയൊന്നും കാണത്തില്ല, ഇലകൾ ഇവിടെ നടന്നു. അപ്പം അച്ഛൻ പറയുന്നത് ഈ ഇലകളെല്ലാം മാങ്ങയെ മറച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കി പറിച്ചിടാനും പറ്റത്തില്ല. താഴെ വീഴുന്നത് പെറുക്കിയെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. ഒരു പക്ഷേ ചില മാവുകൾ അങ്ങനെയായിരിക്കും. ഇതുപോലെ തന്നെ ഈ അത്തിപ്പഴം പരതി വിശന്ന
വലഞ്ഞ ക്രിസ്തു അതിനടുത്ത് ചെന്നപ്പോൾ അതിനകത്തെപ്പോഴും കാണുന്നുണ്ടായിരുന്നു. അസലിൽ ഇത് നമ്മളെല്ലാവരെയും തരുന്നൊരു വലിയൊരു സന്ദേശമാണ്. അവിടെ സുവിശേഷ ഭാഗത്ത് പറയുന്നു, അത്തിയുടെ കാലം ഉണ്ടായിരുന്നു. ഒരിക്കലും അവിടെ അത്തിയെ ശപിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞില്ല, ഒരുപിടി ചാരമായി ആ അത്തിമരം മാറിപ്പോയി എന്നുള്ളതാണ്. ഇതായിരിക്കാം ക്രിസ്തു അത്രമേൽ ഒരു കടുങ്കൈ ചെയ്തതെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. മരങ്ങൾക്ക് പൂക്കുന്നതിനും തളിരിടുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ ഒരു കാലമുണ്ട്. ആ കാലത്ത് അത് ചെയ്യത്തുള്ളൂ. ഇവിടെ ഈ അത്തിമരം തികച്ചും ഫലപ്രദമായി നിലകൊള്ളുന്നു. നിറയെ ഫലമുള്ള അത്തിമരം എന്ന തോന്നിക്കലിലുള്ള ആ ഒരു മരം യഥാർത്ഥത്തിൽ നമ്മളെല്ലാം സൂചിപ്പിക്കുന്നതാണ്. നമ്മിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നത് നിറയെ ഫലമാണ്. ഫലം കൊടുക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയട്ടെയോ എന്ന് കാരിസൻ ഉടമസ്ഥൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേലക്കാരൻ പറഞ്ഞു, നമുക്ക് അന്നേരം ഉടമസ്ഥൻ പറഞ്ഞു, വേലക്കാരനാണ്, നമുക്ക് വെട്ടിക്കളഞ്ഞേക്കാം, ഫലമൊന്നും തരുന്നില്ല, ഒരു വർഷം കൊണ്ട് നിൽക്കട്ടെ, ഫലം കാഴ്ചെങ്കിലോ എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ദൈവം നമുക്കെല്ലാം വലിയ താലന്തുകൾ തന്നിട്ടുണ്ട്. ഈ താലന്തുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് അതിന് നമുക്ക് സാധിക്കണം. എനിക്കറിയാം, ഭാഷ എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. എനിക്ക് 1-2 സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഹോളണ്ടിൽ ഞാൻ അയർലൻഡിൽ പഠിക്കുന്ന സമയത്ത് ഹോളണ്ടിലെ സൈഡർ ഫ്രെയിം സെമിനാരി ചേച്ചി തിരുമേനിയുള്ള സമയത്ത് ഞാനവിടെ പോയി കുറച്ച് മാസങ്ങൾ താമസിക്കുകയുണ്ടായി. അന്നേരം സുറിയാനി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് സുറിയാനിയിൽ കുർബാന ചെല്ലുന്നത് അവിടെ വെച്ചത്. കുർബാന ചെല്ലാൻ വേണ്ടി പഠിച്ചതാണ്, പക്ഷേ സുറിയാനി പഠിക്കാൻ വേണ്ടി പഠിച്ചതല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതും അതിൻ്റെ അവധാനതയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി വ്യത്യാസമാണ്. അവിടെ എനിക്ക് എൻ്റെ അറിവിനെക്കുറിച്ചും എൻ്റെ പരിമിതികളെക്കുറിച്ചും നല്ല ബോധ്യമുള്ളതോട് ഞാൻ സുറിയാനിയിൽ കണ്ടപാടും കൈവയ്ക്കാൻ പോയില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അവിടെയാണ് എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നത്. കർത്താവ് സംസാരിച്ച ഭാഷ, അതിനോടുള്ളതായ അഭിനിവേശം, അതിനോടുള്ളതായ ഡെഡിക്കേഷൻ, അതിനുള്ള പ്രണയം, അതിൽ നിന്നൊക്കെയാണ് ഇങ്ങനെയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നിവിടെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട രാജു പറക്കോട് എനിക്ക് കൂടുതൽ പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. എനിക്കതൊന്നും കാണാൻ സാധിച്ചില്ല. നിശ്ചയമായിട്ടും കൂടുതൽ ഇവരെയൊക്കെ അറിയുന്നതിന് മുമ്പ് ഇവരെക്കൊണ്ട് പ്രസംഗിക്കുക എന്നൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഞാനിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട കീമനശ്ശേരി അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനി ഒന്ന് വന്ന് അതൊന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷം. ഈ അച്ഛനും ഞാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. പല പ്രാവശ്യം അച്ഛനും ഇവിടെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഒരു ചെറിയ പണക്കം എന്നോടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ പരിശുദ്ധ പത്രിക സഭ വന്നപ്പോൾ ഇതിലൊന്ന് വരണമെന്നുള്ള ആഗ്രഹം അച്ഛനുണ്ട്. സാധിച്ചില്ല. പക്ഷേ അച്ഛൻ അവിടെ വന്ന് ബാവയെ കാണുകയും കോട്ടയത്ത് വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തു. എനിക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ രാജു പറക്കോട്ടച്ഛനോട് എല്ലാ ആദരവും സ്നേഹവും അച്ഛൻ്റെ ഈ വലിയ കോൺട്രിബ്യൂഷൻ, ദൈവം അദ്ദേഹത്തിന് അങ്ങേക്ക് തന്നതായ കഴിവുകൾ, അത് അതിൻ്റെ പൂർണ്ണതയിൽ വ്യാപാരം ചെയ്ത് ലോകത്തിന് മുഴുവനും, അല്ലെങ്കിൽ നമ്മുടെ സഭകൾക്ക്, അല്ലെങ്കിൽ ഈ ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് അതിലൂടെ ക്രിസ്തുവിനെ അറിയുവാൻ, അതിലൂടെ സഭയെ അറിയുവാൻ, അതിലൂടെ സഭയ്ക്ക് അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ സമൂഹത്തിലുള്ളതായ ആഴം മനസ്സിലാക്കുവാൻ ഈ ലേഖനയും പരമ്പരകളും സുറിയാനി ഭാഷ പഠനങ്ങളെല്ലാം കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തി എന്ന് പ്രാർത്ഥിക്കുന്നതിന് ആശംസകളുണ്ട്. ഈ സുറിയാനി ഭാഷയ്ക്ക് മാത്തമാറ്റിക്സ് ബന്ധത്തോടും ഞാൻ അദ്ദേഹം മനസ്സിലാക്കി. അതിൻ്റെ ഉപജ്ഞാതാവാണ് ബഹുമാനപ്പെട്ട സാമൂഹിക പരിശീലനം. ആളെ കണ്ടാൽ ഇങ്ങനെ വലിയൊരു ആളെന്ന് തോന്നുന്നില്ലെങ്കിലും കൂടിയും ഞാൻ അച്ഛനെ അറിയുന്നത് ഇംഗ്ലീഷിൽ അച്ഛനോടുവരെ അവിടെ കുറേ അച്ഛന്മാരുടെ വൈദിക ശ്രേഷ്ഠമായ പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബമാണെന്ന് അറിയാം. അച്ഛനവിടുത്തെ 19ാമത്തെ കോർപ്പസ് കോപ്പയാണെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അച്ഛൻ്റെ ഫാദറും ഇതുപോലെ തന്നെ ഒരു കോർപ്പസ് കോപ്പയായിരുന്നു. അച്ഛനെ കണ്ട പ്രത്യേകത, അച്ഛൻ്റെ പിതാമഹന്മാരെ എല്ലാവരും തന്നെ സുറിയാനി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നവരാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ കുഞ്ഞുകാലം മുതൽക്ക് സുറിയാനി കേട്ടും അത് കണ്ടും പഠിച്ചും അതിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിയും അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം വൈദികനാവുന്നത് വളരെ വൈകിയാണ്. കാരണം അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. ഗവൺമെൻറ് സർവീസിൽ പല സ്കൂളുകളിലും പോയിട്ട് ഏറ്റവും റിട്ടയർമെൻറ്റിന് ശേഷമാണ് അദ്ദേഹം 10 വർഷം മുമ്പാണ് അദ്ദേഹം പുരോഹിതനാവുന്നത്. ഈ മേജർ വർക്കുകളെല്ലാം ചെയ്ത് അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റിന് ശേഷമാണ്. വാസ്തവത്തിൽ
വാർദ്ധക്യത്തിലൊക്കെ ഫലം കായ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. പല വർക്കുകളും ചെയ്തിട്ടുണ്ട്. കോംപ്രഹെൻസീവ് ടാബുലർ സിറിയക് ഗ്രാമർ എന്ന പുസ്തകം അസാധ്യ വർക്കാണ്. നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അപ്പുറമായിട്ടുള്ള എത്ര മണിക്കൂറുകളുടെ, എത്ര ദിവസങ്ങളിലൂടെ, എത്ര സ്വപ്നം നെയ്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിൻ്റെ എല്ലാം പരിധി വിട്ടുള്ള ഒരു വലിയ വർക്കാണ്. അതിന് സെബാസ്റ്റ്യൻ ബ്രൂക്കും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർജ് ദാസിന്റെ ഒരു ദിവസം ഞാൻ ഹോളണ്ടിൽ ആദ്യം പറഞ്ഞതുപോലെ അവിടെ താമസിക്കുന്ന ജോർജ് ദാസ് അവിടെ ഉണ്ട്. ഈ നമ്മുടെ സുറിയാനി ഭാഷ അല്ലെങ്കിൽ സുറിയാനി ലാംഗ്വേജ് ഇതിന്റെ ഡിജിറ്റലൈസ് ചെയ്ത ഏറ്റവും ആദ്യം അതിന്റെ ഇംഗ്ലീഷിൽ സർക്കാർ ആലോചിച്ചിട്ടും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുടെ നോളജ് മനസ്സിലാക്കിക്കൊണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് ഡെമോസിസ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജോർജ് കലാസ് ഡിജിറ്റലൈസ് ചെയ്യുന്ന സുറിയാനി ഭാഷയുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ എല്ലാം വർക്കിന്റെ ആ തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ തെക്കേ പറമ്പിലച്ഛന് ഈ മേഖലയിൽ ഇത്രയും വലിയ വികാസം ഉണ്ടാക്കുവാൻ ലോകത്തിൽ അറിയപ്പെടുന്ന 2 ബിസിനസ് സെന്ററിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. എത്ര അഭിമാനമാണ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു സെന്റർ ഉള്ളതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സിറിയൻ ഭാഷ അല്ലെങ്കിൽ സുറിയാനി ഭാഷയെ സ്നേഹിക്കുന്ന, സുറിയാനി ഭാഷയെ ആരാധനയിൽ, ആ ഭാഷയെ അടിത്തറയിൽ നിന്നുള്ള ആരാധനയിൽ എല്ലാവർക്കും ഈ സെന്റർ, ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നുള്ള വരുന്നതായ പ്രബോധനങ്ങളും പുസ്തകങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്രയും കൂടുതലായിട്ട് അത് അന്വേഷിച്ച് ചെയ്യപ്പെടുന്നു. അച്ഛൻ പ്രശംസ അർഹിക്കുന്ന ഒരാളാണ്. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു വിശുദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് അത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള കനികളിലെ പ്രസ്ഥാനമുള്ളവരുടെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളും നന്മകളും ദൈവം വയസ്സ് കൊടുക്കട്ടെ. ഈ പ്രസ്ഥാനം കൂടുതൽ ഫലപ്രാപ്തിയിലെത്തുവാൻ അത് നമ്മുടെ കർത്താവിന്റെ ഭാഷയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഈ പ്രചരണം, കർത്താവിന്റെ ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്നതോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് മറ്റ് ആലങ്കാരിക വാക്കുകളൊന്നും പറയേണ്ട കാര്യത്തിൽ ആവശ്യം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ക്രിസ്തുവിന്റെ എല്ലാവരും ഒന്നാകുന്നത് പറഞ്ഞത് ക്രിസ്തുവിന്റെ ഭാഷയിൽ നമുക്കൊരു നല്ല ഇഴയെടുപ്പമുള്ള ഒരു ഇഴയെടുപ്പുള്ള സഭകൾ അത് രൂപപ്പെട്ടു വരുവാൻ ഈ പ്രവർത്തനങ്ങൾ, ഈ കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം പ്രവർത്തനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ഡിതരിൽ നമുക്ക് വ്യത്യസ്തമായി സുറിയാനി ഭാഷ അറിയുവാൻ, സുറിയാനി ഭാഷ പഠിക്കുവാൻ, സുറിയാനി ഭാഷ പ്രചരിപ്പിക്കുവാൻ, സുറിയാനി ഭാഷ പ്രൊമോട്ട് ചെയ്യുവാൻ ഉള്ള ഒരു താല്പര്യം ഇന്ന് യങ്സ്റ്റേഴ്സിനാണ്. ഈ ഗോട്ടുമാലയിൽ പോവുകയുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയൊരു കാര്യമുണ്ട്. ഗോട്ടുമാലയിൽ അവർ സുറിയാനി സഭയിൽ ചേർന്ന് അധികം വർഷമൊന്നുമായിട്ടില്ല. അവരുടെ ആരാധന നടക്കുക. പ്രാർത്ഥികമാണ് കുർബാന ചെയ്യുന്നത്. അതുകൊണ്ട് വിശ്വമായി ചെയ്യുമ്പോൾ ആ അവിടെയുള്ള ലാറ്റിൻ അമേരിക്കയിലെ മുഴുവൻ ആയിരക്കണക്കിലുള്ള ആളുകൾ അവരുടെ വിശ്വമായ സുറിയാനി പാടി. ഇവിടെ പോലും നമ്മുടെ പള്ളികളിൽ സുറിയാനി ഭാഷകൾ പാടുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി. അത്രമേറെ നമുക്ക് ആ ഭാഷ ഇപ്പോൾ അച്ഛന്മാരൊക്കെ ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ മലയാളികൾ ചെയ്യുന്നത്. അപ്പൊ ചിലർക്ക് ഇതൊക്കെ എന്റെ മലയാളം മനുഷ്യർക്ക് അറിയാൻ പാടുന്ന ഭാഷ എന്തിനാ പറയണേ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മലയാളികൾ കൂടിയും പല കാര്യങ്ങളും ജനങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കാതെ ധാരാളം മീഡിയാസ് അങ്ങനെ നോക്കുമ്പോൾ ആ സുറിയാനി ഭാഷയുടെ തനിമ നഷ്ടപ്പെടുത്താതെ ആരാധനയുടെ സൗകര്യമായും അതിന്റെ അത് മനസ്സിലാക്കുവാനുള്ളതായ സാധ്യതകൾ മങ്ങിപ്പോകാതെ അത് നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ബന്ധിപ്പിക്കുന്നില്ല. ഒരു പ്രസംഗത്തിലോ ഒരു പ്രസക്തിയില്ല. പിന്നെ എന്റെ ഒരു മേഖല യഥാർത്ഥത്തോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ഡോക്ടർ വലിയ രാജു ബാർക്കോട്ടസിനെയും ബഹുമാനപ്പെട്ട സാജുക്കെ സ്നേഹികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം അച്ഛൻ്റെ ഈ സക്സസ്ഫുൾ സ്റ്റോറിയുടെ പേരിൽ ഒരു ലേഡിയുണ്ട്. അമ്മായി അമ്മായിയുടെ ഒരു തെറ്റും അമ്മായിയുടെ ബുദ്ധിയും അമ്മായിയുടെ ശക്തിയും ആ സമയവും അച്ഛനെക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും കൊണ്ടുവരുവാൻ സഹായിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അമ്മായി ഒരു അധ്യാപികയാണ്. ആ
കുടുംബത്തിന് പ്രിയപ്പെട്ട ലക്ഷ്മിക്കും അച്ഛനും കുടുംബത്തിനും എല്ലാവരും ഭാവങ്ങളും നേരുന്നു. നിശ്ചയമായിട്ടും ഇനിയും ഈ സഭയ്ക്കും സമൂഹത്തിൽ പ്രത്യേക സുറിയാനി സഭ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ സുറിയാനി ഭാഷ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇനിയും കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യുവാൻ അങ്ങനെ ശിവരാജൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട പുതിയ ബഹുമാനപ്പെട്ട നമ്മുടെ പാലക്കാട് സാധിപ്പിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജൈകബച്ചൻ്റെയും ടീമിനെയും യഥാർത്ഥത്തിലും അഭിനന്ദിച്ചുകൊണ്ടും ഇവിടെ എനിക്ക് വരാൻ സാധിച്ചത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഞാൻ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചു. ആരെയും പറഞ്ഞിട്ടുണ്ട് എറണാകുളം കടക്കാണ് കോട്ടയം കടക്കാണ് എത്താൻ പറ്റുമോ റോഡ് പോകാൻ ആശങ്കപ്പെടുകയുണ്ടായി. പക്ഷേ വഴികളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ചു വരുന്നത് ഈ ആദരവ് കൊടുക്കാൻ ഞാൻ അർഹനാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും തന്നെ അതിലേക്ക് ക്ഷണിച്ചതിലുള്ള സന്തോഷം ഇത്രയും ബഹുമാനപ്പെട്ട ജൂലിയായ ജേക്കബ് ഈ സ്ത്രീയുടെ എല്ലാ പ്രവർത്തകരോടും അറിയിക്കുന്നു. ഇതെല്ലാവരെയും പോയി കാണാൻ സന്തോഷം അറിയിക്കുന്നു. സ്വാഗത ഗാനങ്ങളെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് സ്നേഹവും ആഗ്രഹവും